ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ കൂടി ചേർത്തുണ്ടാക്കിയ ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ചെയ്തെടുക്കാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കുറച്ച് ക്യാരറ്റ്, ഏകദേശം ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ കൂടി ചേർക്കണം. കുറച്ച് 1 കപ്പ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇത് കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞളും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ പുഴുങ്ങി അത് ഉടച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദാപ്പൊടിയാണ്. ഞാനൊരു 1/2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് കൂടി നമുക്കൊന്ന് എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മുടെ ചിക്കൻ്റെയും പൊട്ടറ്റോയുടെയും മിക്സ് എടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിനെ ഒന്ന് ചെയ്തെടുക്കണം. അല്പം കട്ടിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൈദാപ്പൊടിയിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനെ മുട്ടയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ട് നമ്മുടെ മുട്ടയിലേക്കും കൂടെ ഒന്ന് മുക്കിയെടുക്കാം.
രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. എല്ലാ വശത്തും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിരിക്കണം. ബ്രെഡ് ക്രംസ് ആണെങ്കിലും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം തന്നെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ മതി. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, നമുക്കതുകൊണ്ട് കുറച്ച് എണ്ണ മതിയാവും. നമ്മുടെ ആ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സ്നാക്ക് നമുക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിനും ഇതിനൊന്ന് മുരിച്ചെടുക്കണം. നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ മുരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ട്രയാങ്കിൾസും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല അടിപൊളി രുചിയിൽ നല്ല അടിപൊളി സ്നാക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.